കഠിന ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല. അവർ എപ്പോഴും അടുത്തവർക്ക് വിഷമമുണ്ടാക്കിയും അടുത്തവർക്ക് ദ്രോഹം ചെയ്തും ഇരിക്കും. അതേപോലെ തന്നെ കഠിന ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവവചനം കൈക്കൊള്ളുവാനോ ഉത്കണ്ഠ അതിന്മണ്ണം നടക്കുവാനോ കഴിയുന്നില്ല, താഴ്മ ധരിക്കുവാനും കഴിയുന്നില്ല. പക്ഷേ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമുള്ള ഹൃദയം നിങ്ങൾക്ക് തരുമെന്ന്. അപ്പോൾ ദൈവവചനം ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് കഠിനമുള്ള ഹൃദയത്തെ മാറ്റി മാംസമായിട്ടുള്ള ഒരു ഹൃദയത്തെ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ നന്നാക്കുവാൻ, അല്ലെങ്കിൽ അവൻ്റെ ആ കാഠിന്യ ഹൃദയത്തെ മാറ്റി വചനത്തിന് കീഴ്പ്പെട്ട് വചനത്തോട് ഇരുപ്പാൻ കഴിയും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കൾ, അതിൻ്റെ ഒരു 27ഉം 28ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുസരിക്കും, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും, നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും എന്ന് പറയുകയാണ്. ദൈവം തൻ്റെ ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു വാക്കാണ് ഇത്. നിങ്ങൾ എൻ്റെ കരങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഹിതം ചെയ്യുവാൻ നിങ്ങളൊന്ന് മനസ്സ് കാണിക്കുമ്പോൾ, ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ മേൽ വയ്ക്കും, അങ്ങനെ ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കുമെന്ന് പറയുന്നു. പ്രിയ ദൈവമക്കൾ, അന്ന് ഇസ്രായേൽ ജനങ്ങളോട് ഈ വാഗ്ദത്തം പറഞ്ഞുവെങ്കിലും ഇന്ന് നമ്മളോടും ഈ വാഗ്ദത്തം പറയാണ്. നാം നമ്മുടെ കഠിന ഹൃദയങ്ങളെ മാറ്റുവാൻ നമ്മെക്കൊണ്ട് കഴിയത്തില്ല. നമ്മുടെ സ്വഭാവത്തിലൊരു വ്യത്യാസം വരുത്തുവാൻ നാം വിചാരിച്ചാൽ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തെ നാം ഇരിക്കുന്ന വണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ കർത്താവ് അതിനെ ഒരു മാംസമുള്ള ഒരു ഹൃദയമാക്കി തൻ്റെ ആത്മാവിനെ അതിലെ പകർന്ന് അതിൽ കർത്താവ് നമുക്ക് നല്ലൊരു ഹൃദയത്തെ തന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിൽ പോകുന്നത് വരെയും പറഞ്ഞ പിതാക്കന്മാർക്ക് കൊടുത്ത ആ ദേശം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം പിതാവ്, ഈസഹാക്ക്, യാക്കോബ് എന്നവരുടെ ദൈവം നമ്മുടെയും ദൈവമാണ്. അവർ പോയ ആ പ്രതീക്ഷയിൽ ആ ഭാഗ്യത്തിൽ നമുക്കും പോകുവാൻ സാധിക്കും. കർത്താവ് അങ്ങനെ ഓരോരുത്തർക്കും പുതിയൊരു ഹൃദയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, കഠിന ഹൃദയം ഒരിക്കലും കർത്താവെ അങ്ങേ അനുസരിക്കുവാനോ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനോ സാധിക്കത്തില്ല. ഞങ്ങൾക്കൊരു മാംസമായുള്ള ഒരു ഹൃദയം അങ്ങ് തരാമെന്ന് പറഞ്ഞല്ലപ്പ. ഒരു മനസ്സലിവിൻ്റെ ആത്മാവിനെ നീ ഞങ്ങൾക്ക് തന്ന് പുതിയൊരു ഹൃദയത്തെ ഞങ്ങൾക്ക് തന്ന് കർത്താവെ, സ്നേഹവും സന്തോഷവും സമാധാനമുള്ള കർത്താവെ, ഒരു ദീർഘക്ഷമയും ഉള്ള ഒരു നല്ലൊരു ജീവിതം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.